السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ വിവിധ ഉദ്ദേശങ്ങളാൽ ദുആക്ക് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേക മുറാദ് ഹാസിലാകാൻ സ്വലാത്തുകൾ ധാരാളം ചൊല്ലി ഹദിയ ചെയ്ത് ദുആക്കാൻ ഒരു സഹോദരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ആജിലായ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്ന നേരത്ത് കാമിലായ ഈമാനോടെ മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ മനോഭാവങ്ങളെ പരിഗണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ രണ്ടായി മനുഷ്യരെ വേർതിരിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് കാണാം, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. സത്യവിശ്വാസികളെ രണ്ട് ഗണത്തിലാണ് അല്ലാഹു തആല ഉൾപ്പെടുത്തിയത്. ഒരു വിഭാഗം മൻ കാന യുരീദുൽ ആജില, അവർ ഭൗതിക ലോകത്തിന്റെ അലങ്കാരങ്ങളെ ആർഭാടങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. ഭൗതിക ലോകത്തിന്റെ സൗകര്യങ്ങളെ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അവരുടെ ഹമ്മ്, അവരുടെ ഏറ്റവും പ്രധാനമായ താല്പര്യം ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ അവർ നേടുന്ന സമ്പത്ത്, സൗകര്യങ്ങൾ, അധികാരങ്ങൾ, ആഡംബരങ്ങൾ, പദവികൾ, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെയായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഭൗതിക ലോകമാണ് ഒരു മനുഷ്യന്റെ ലക്ഷ്യമെങ്കിൽ ഖുർആൻ പറയാണ്, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അല്ലാഹു തആല ഭൗതികതയെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഭൗതികത കൂട്ടിക്കൂട്ടി കൊടുക്കും. സമ്പത്തും അധികാരവും പദവിയും ആഗ്രഹിക്കുന്നവർക്ക് ധാരാളമായിട്ട് അതിങ്ങനെ വാരിക്കോരി പടച്ചറപ്പ് തന്നെ കൊടുക്കും. അത് റബ്ബിന് എന്നോടുള്ള ഇഷ്ടമാണ് എന്നാരും കരുതരുത്. അത് നമ്മുടെ തീരുമാനവും നമ്മുടെ താല്പര്യവും നമ്മുടെ ഹമ്മും ദുനിയാവായതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മെ അതിലേക്ക് തിരിച്ചുവിടുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ. ആരെങ്കിലും ഒരാൾ പാരത്രിക ലോകത്തെയാണോ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, അതിനുവേണ്ടിയാണ് അവന്റെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും മാറ്റിവെക്കുന്നത് എങ്കിൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. അവരെ കുറിച്ച് മാത്രമാണ്, ആ പരിശ്രമം നടത്തുന്നവരെ കുറിച്ച് മാത്രമാണ് അല്ലാഹുവിന്റെ പക്കൽ നന്ദിയുള്ളവരായി കണക്കാക്കപ്പെടുകയുള്ളൂ. അവർക്ക് മാത്രമാണ് പാരത്രിക ജീവിതത്തിന്റെ ആനന്ദങ്ങൾ അനുഭവിക്കാൻ സൗഭാഗ്യമുണ്ടാവുകയുള്ളൂ. ഇത് സത്യവിശ്വാസികളുടെ എല്ലാ വിശ്വാസികളെയും രണ്ടായി വേർതിരിച്ചാൽ എല്ലാവരും രണ്ടിൽ ഒന്നിൽ പെടുന്നവർ മാത്രമായിരിക്കും. അതല്ലാത്ത മറ്റൊരു വിഭാഗത്തെ ഭൂമിയിൽ കാണുക സാധ്യമല്ല. ഒരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? നമ്മുടെ ലോകവീക്ഷണത്തിന്റെ, നമ്മുടെ മനോഭാവത്തിന്റെ മാറ്റം എന്താണ്? നമ്മുടെ വിശ്വാസമോ നമ്മുടെ ഏതാനും പ്രവർത്തനങ്ങളോ മാത്രമല്ല, അടിസ്ഥാനപരമായ മനോഭാവം ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വേർതിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്നത് പാരത്രിക ലോകത്തെ കുറിച്ചുള്ള വിശ്വാസമാണ്, ആഖിറത്തിനെ കുറിച്ചുള്ള ബോധമാണ്. നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിലേക്ക് എല്ലാവരും മടക്കപ്പെടും, എല്ലാവരും അവിടെ പ്രദർശിപ്പിക്കപ്പെടും, അവരുടെ അമലുകൾ അവിടെ വിചാരണക്ക് വിധേയമാക്കപ്പെടും. അതിന് പ്രപഞ്ചനാഥനായ നമ്മെ ഭൂമിയിലേക്ക് നിയോഗിച്ച പടച്ചറബിന്റെ തീരുമാനമുണ്ടാകും അവിടെ എന്ന ബോധ്യവും വിശ്വാസവുമാണ് ഒരു മുഅ്മിനിനെയും അവിശ്വാസിയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഈമാൻ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പരലോക വിശ്വാസം ഒരു ഹൃദയത്തിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അതൊരു വിശ്വാസമായി, മനോഭാവമായി, ലോകവീക്ഷണമായിട്ട് വളർന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് പോലും പാരത്രിക ബോധമാണ്. ഒരു വിശ്വാസിയെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പോലും ഈ പാരത്രിക ബോധമാണ്. നോക്കൂ, രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പുതിയ വസ്ത്രമൊക്കെ മാറ്റി
ജോലിക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങി. നമ്മൾ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന നേരത്താണ് ഒരാൾ ഒരു അപകടം പറ്റി, ഒരു വാർദ്ധക്യം പിടിച്ച ഒരാൾ, വൃദ്ധനായ ഒരാൾ വഴിയരികിൽ വീണ് കിടക്കുന്നു, രക്തമൊലിച്ച് കിടക്കുന്നു. നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ്, രണ്ട് ഓപ്ഷനാ ഉള്ളത്. ഒന്നുകിൽ അയാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാം. നമ്മുടെ ശരീരത്തിലൊക്കെ രക്തം പുരളും, ആശുപത്രിയിൽ പോകുന്ന സമയം ചെലവാകും. ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പല ഇന്റൻസീവുകളോ അല്ലെങ്കിൽ പല ഇൻക്രിമെന്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. സാമ്പത്തിക നഷ്ടമുണ്ട്, സമയ നഷ്ടമുണ്ട്, ഭൗതിക നഷ്ടമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ വഴിയരികിൽ കിടക്കുന്ന ഒരാളെ ആദ്യം ആരാണോ കാണുന്നത് അവരെടുത്തു കൊണ്ടുപോയി ആശുപത്രിയിലാക്കണം എന്നതാണ് മനുഷ്യന്റെ മാനവിക ബോധം പറയുന്നത്. പക്ഷെ അങ്ങനെ നിയമം നമ്മുടെ നാട്ടിലുണ്ടോ? റോഡരികിൽ ആരെങ്കിലും അവശനായി രക്തം വാർന്ന് കിടന്നാൽ കാഴ്ചക്കാർ മുഴുവനും കുറ്റവാളികളാകുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. ഗവൺമെന്റിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? എനിക്ക് ജോലിക്ക് പോകാൻ തിരക്കുണ്ട്, അതുകൊണ്ട് നാട്ടിൽ ഒഴിവുള്ള വേറെ ആരെങ്കിലും വന്നോട്ടെ, അവർ നിർത്തിക്കോട്ടെ, അവർ കൊണ്ടുപോയിക്കോട്ടെ. രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഇവിടെ ഗവൺമെന്റിന് ഇതിൽ നിങ്ങൾ ഏത് സാധ്യതയെ തെരഞ്ഞെടുക്കണമെന്ന് പറയാൻ ഗവൺമെന്റിന് കഴിയോ? ഭരണകൂടത്തിന് കഴിയോ? ആർക്കാണ് അതിന് സാധ്യമാവും? ഒരാൾ ഭൗതിക ലോകത്തെ ഒരു നിയമത്തിനും നിങ്ങൾ വഴിയരികിൽ വീണ കിടക്കുന്ന ആളുകളെ കൊണ്ടുപോയി ശുശ്രൂഷ കൊടുക്കണം, നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും ശരി എന്ന് പറയുന്ന ഒരു നിയമം ലോകത്തില്ല. ഗവൺമെന്റ് അങ്ങനെ നിയമം പറയാൻ കഴിയില്ല. അവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന, മാനവിക ബോധമുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്ന അയാളെ പരിചരിക്കുക എന്ന കാര്യം നടക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവണം. എന്തുകൊണ്ട് പരിശുദ്ധ ദീൻ എന്നോട് പറയാൻ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, വഴിയരികിൽ വീണ് കിടക്കുന്ന സഹോദരൻ നീ സഹായിച്ചാൽ നിന്നെ സഹായിക്കുന്ന കാര്യം അല്ലാഹു ഏറ്റെടുക്കുന്നു. ഈ ഭൗതിക ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടിനെ നീ പരിഹരിച്ചു കൊടുത്താൽ നാളെ എല്ലാ മനുഷ്യരും പ്രയാസം അനുഭവിക്കുന്ന നേരത്ത് അള്ളാഹു നിന്റെ പ്രയാസത്തെ ദൂരീകരിച്ചു തരും ആഖിറത്തിൽ. ഈ വിശ്വാസം ആർക്കാ ഉണ്ടാവുക? ആഖിറത്തെ കുറിച്ച് ബോധ്യമുള്ളവന്. നോക്കൂ, ഒരു മനുഷ്യൻ വിശ്വാസിയായി, പാരത്രിക ബോധമുള്ള വിശ്വാസിയായി കഴിഞ്ഞാൽ മാത്രമേ ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റുള്ളവർക്ക് അവൻ മുസ്ലിമാണെന്ന് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ വേഷങ്ങളോ നമ്മുടെ സംസാരങ്ങളോ നമ്മുടെ ശീലങ്ങളോ ശൈലികളോ ഒന്നുമല്ല എന്റെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്റെ ഇസ്ലാമിനെ അനുഭവിപ്പിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്റെ ഉള്ളിൽ ആഖിറത്തെ കുറിച്ചുള്ള ബോധ്യമുണ്ടോ? ആ ബോധ്യമാണോ, വിശ്വാസമാണോ എന്റെ ഓരോ പ്രവർത്തനങ്ങളെയും നയിക്കുന്നത് എന്ന ചോദ്യമാണ്. ആ ചോദ്യമുണ്ടെങ്കിൽ ഭരണാധികാരികൾ പ്രജകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ച് മഹാത്മാ ഗാന്ധിജി പോലും പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ എന്ന്. എന്താ ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിന്റെ പ്രത്യേകത? പാതിരാ സമയത്ത് ആളുകൾ ഇങ്ങനെ ആളുകളുടെ ജനക്ഷേമങ്ങളെ അറിയാൻ മഹാനവറുകൾ ചെറിയ വഴികളിലൂടെ, ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ കരച്ചിൽ കേട്ടത്, ഭക്ഷണമില്ല എന്ന വേദന കേട്ടത്. ആ വേദന കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണ സംഭരണശാലയിലേക്ക് പോയി അവിടെ നിന്ന് തന്റെ കയ്യിൽ ഭക്ഷണം എടുത്ത് തന്റെ ചുമലിൽ വെച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോവുകയാണ്. അമീറുൽ മുഅ്മിനീൻ എന്ന് പേര് വെക്കപ്പെട്ട, ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേരിന് അർഹനായ ഭരണാധികാരി മഹാനവറുകൾ തന്റെ ചുമലിലേറ്റി ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ആ വീട്ടിലേക്ക് പോകുമ്പോഴാണ് തന്റെ കൂടെ ഉണ്ടായിരുന്ന പരിചാരകൻ മഹാനായ അസ്ലം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാൻ ചുമലിലേറ്റിക്കൊള്ളാം, എന്റെ ചുമലിൽ ഞാൻ ഏറ്റിക്കൊള്ളാം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എനിക്ക് വരുന്ന ചോദ്യങ്ങളെ നീ ഏറ്റെടുക്കുമോ? ഈ ബോധ്യമാണ് ഒരു മുഅ്മിനെ നയിക്കുന്നത് എങ്കിൽ ആ മുഅ്മിൻ നീതിമാനായിരിക്കും. അവിടെ നീതിക്ക് പിന്നെ വേറെ ക്ലാസ് കൊടുക്കേണ്ടി വരില്ല. അവൻ ശാന്തനായിരിക്കും, സഹൃദയനായിരിക്കും, മറ്റുള്ളവരോട് പരോപകാരം ചെയ്യുന്നവനാവും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഭരണം ഏറ്റെടുത്തപ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് മരണം വരെ എനിക്ക് ഇനി റാഹത്തില്ല, വിശ്രമമില്ല എന്നായിരുന്നു. നോക്കൂ, ഈമാൻ ഖൽബിലുണ്ടെങ്കിൽ ഭൗതികമായ പദവികൾ പോലും അവർക്കൊരു ഭാരമായിട്ട് അനുഭവപ്പെടും. അധികാരം അമാനത്താണ് ഇസ്ലാമിൽ, സമ്പത്ത് അമാനത്താണ്, ആരോഗ്യം അമാനത്താണ്, അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള നിഅമത്തുകളാണ്. ആ നിഅമത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും, മുഴുവൻ ജീവികളും എന്നെ റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള ഈ നന്മയുടെ ഗുണഭോക്താക്കളാണ്. അതുകൊണ്ടല്ലേ എന്നെ റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി നിർവഹിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എന്നിലൂടെ പകരാൻ സാധ്യമാണെങ്കിൽ അല്ലാഹു തആല എനിക്ക് നൽകുന്ന പ്രതിഫലത്തിന് അറ്റമില്ലാതെയാകും. ഏത് പ്രതിഫലമാണ് നൽകുക എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തഈസ അബ്ദുദ് ദീനാരി തഈസ അബ്ദുദ് ദിർഹം. അധികാരത്തിന്റെ സമ്പത്തിന്റെ പിറകെ പോകുന്ന ആളുകൾക്ക് നാശം മാത്രമാണ്. അതിന്റെ പിറകിൽ പോകുന്നവരാണെങ്കിൽ തന്നെ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫല പ്രതീക്ഷയായിരിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് വലിയ പണ്ഡിതനാണ്, സൂഫിയാണ്, മുഹദ്ദിസാണ്. മഹാനവർകൾ വലിയ ധനികനായിരുന്നു. മഹാനവർകൾ സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു. എപ്പോഴും പറയാറുണ്ട്, മാ ഉഹിബ്ബു അൻ യുസാദ ഫീ ദുനിയായ ഷൈഅൻ. എന്റെ ദുനിയാവിൽ എനിക്ക് ഒന്നും കൂടുതൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദുനിയാവ് അല്ലാഹു തആല തൗഫീഖോടുകൂടി പരീക്ഷണത്തിന് വേണ്ടി ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ്. എനിക്കത് കൂടുതൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദുനിയാവ് കൂടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഖൽബ് അള്ളാഹുവിനെ തൊട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കും. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്വദഖകൾക്ക് ധാരാളം പ്രാധാന്യം കൊടുത്തു. മഹാനായ ആമിർ ഇബ്നു അബ്ദി ഖൈസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് നമ്മൾ എപ്പോഴും വായിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട വലിയ സൂഫിയാണ്. മഹാനവറുകളോട് ഒരിക്കൽ നമുക്ക് കുറച്ചു നേരം വർത്താനം പറയാം, ഞങ്ങളൊന്നും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോ ഔഖിഫ്നി ജറിയത്ത ശംസ് എന്ന് പറഞ്ഞത്, സൂര്യൻ ഇതാ പോകുന്നു, സമയം ഇതാ പോകുന്നു, ആ സൂര്യനെ കുറച്ചു നേരം പിടിച്ചു നിന്നാൽ എന്നോട് ഞാൻ വെറുതെ വർത്താനം പറയാൻ വരാം. സമയം പോകുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാതെയായാൽ എനിക്ക് പേടിയുണ്ട്. ആ ആമിർ ഇബ്നു അബ്ദി ഖൈസ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ കയ്യിൽ 1000 ദീനാർ കൈവശം വെച്ചിട്ടാണ് പുറത്തിറങ്ങിയിരുന്നത്. തന്റെ കുപ്പായത്തിന്റെ മുൻഭാഗത്ത്, കമീസിന്റെ മുൻഭാഗത്ത് കാണുന്നവർക്കൊക്കെ എത്രയാണോ എന്ന് നോക്കാതെ കൊടുക്കുമായിരുന്നു. അല്ലാഹു തആല അവർക്ക് വീണ്ടും വീണ്ടും സമ്പത്ത് കൊടുത്തു പരീക്ഷിക്കാൻ. വീണ്ടും വീണ്ടും അവർ ദാനം തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ദുനിയാവിന്റെ പിറകെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇതിന്റെ ചുറ്റുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളാണ് നരകത്തെ വലയം ചെയ്തിരിക്കുന്നത്. മനുഷ്യന് സ്വാഭാവികമായി താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് സ്വർഗം വലയം ചെയ്തിരിക്കുന്നത്. എന്റെ ആഗ്രഹങ്ങളുടെ പിറകെ പോയാൽ, മനുഷ്യന്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങളുടെ പിറകെ പോയാൽ അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. നിന്ദ്യനായി നരകമായിരിക്കും അഭയം. അത് വിശ്വാസികൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെ ചുറ്റും എന്റെ ആഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ ഹമ്മ് ദുനിയാവാണോ ആഖിറമാണോ എന്ന ചോദ്യം പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി. ഒരു മനുഷ്യന്റെ ഹമ്മ്, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ചിന്തയും ആഖിറമാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അല്ലാഹു തആല അവന്റെ ധനത്തെ, സമ്പത്തിനെ അവന്റെ ഹൃദയത്തിലാക്കി കൊടുക്കുമെന്നാണ്. ഐശ്വര്യം ഹൃദയത്തിലാക്കി കൊടുക്കും. എന്നാൽ ദുനിയാവാണ് ഒരാളുടെ ഹമ്മ് എങ്കിൽ അവന്റെ ഐശ്വര്യം മുഴുവൻ പണത്തിലോ അധികാരത്തിലോ സൗകര്യങ്ങളിലായിരിക്കും. മനുഷ്യൻ എന്തിനാ ദുനിയാവിൽ ജീവിക്കുന്നത്? ഹിനയുണ്ടാകാൻ വേണ്ടിയാണ്. ഏതാണ് ഹിന? ഐശ്വര്യമാണ്. ആ ഐശ്വര്യത്തിന്റെ അടയാളങ്ങളാണ് സമ്പത്ത്, സന്താനങ്ങൾ, നല്ല ശരീരം, നല്ല ആരോഗ്യം, നല്ല വാഹനങ്ങൾ ഒക്കെ ഹിനയുടെ ഭാഗമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആഖിറമാണ് ഒരു മനുഷ്യന്റെ താല്പര്യമെങ്കിൽ അവൻക്ക് ഈ കാണുന്ന സമ്പത്തിലോ സൗകര്യങ്ങളിലോ ഹിനയായിട്ട് അനുഭവപ്പെടില്ല. ഹിന, ഐശ്വര്യം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സന്തോഷമായിരിക്കും. അവൻ ഈമാന്റെ സന്തോഷമായിരിക്കും. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ വലിയ ദീനാറുകൾ വിലപിടിപ്പുള്ള ഒരു തലപ്പാവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ യാചകൻ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ആ തലപ്പാവ് ഊരി അങ്ങ് കൊടുത്തു. അവിടെ ഇത് ഇത്ര വിലമതിപ്പുള്ള വസ്തുവല്ലേ, അതിനേക്കാൾ കുറഞ്ഞത് കൊടുത്താൽ പോലെ യാചകനല്ലേ എന്ന ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല. പരിശുദ്ധ ദീനിൽ ഒരു പറച്ചിലുണ്ടല്ലോ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കയ്യിനെ കുറിച്ച് അൽ യദുൽ ഉലിയ എന്നാണ് ഇസ്ലാമിൽ പറയാ. യദുൽ ഉലിയ, കൊടുക്കുന്നവന്റെ കൈ മുകളിലാകും, വാങ്ങുന്നവന്റെ കൈ താഴെയുമായിരിക്കും. അങ്ങനെയാണല്ലോ ഉണ്ടാവുക. എന്നാൽ മഹാന്മാരെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സലഫു സ്വാലിഹികളായ നമ്മുടെ മുൻഗാമികളായി ജീവിച്ച് മൺമറഞ്ഞു പോയ ആരിഫീങ്ങൾ, അവരുടെ കൈകൾ ചോദിക്കുന്നവരെക്കാൾ താഴെയായിരുന്നു. എപ്പോഴും കൈ താഴെയാണ്. എപ്പോഴും കൈ കൊടുത്ത് അവരുടെ കൈകൾ താഴെയായി പോയിരുന്നു എന്നാണ്. ഇത് സമ്പത്ത് കൊടുക്കുന്നതിൽ മാത്രമല്ല, സമയം കൊടുക്കുന്നതിൽ, നല്ല വാക്കുകൾ കൊടുക്കുന്നതിൽ. നല്ല വാക്കിനെ കുറിച്ച് കലിമത്തുൻ ത്വയ്യിബ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്ക്, അത് വലിയ സ്വതക്കയാണ്. മറ്റുള്ളവർ കൊടുക്കുന്ന നല്ല വാക്കുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ.
അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ ചിന്തകളുടെ ആലോചനകളുടെ ഏറ്റവും പ്രധാന കാര്യം ദുനിയാവാക്കരുതേ റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ വിജ്ഞാന പഠനത്തിന്റെ ഇൽമ പഠനത്തിന്റെ അങ്ങേയറ്റം അതിന്റെ ലക്ഷ്യമെന്നത് ദുനിയാവാക്കി മാറ്റരുത് പടച്ച റബ്ബേ. ഇൽമ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതിനുവേണ്ടി സേവനം ചെയ്യുന്നവർക്കും വലിയ ബാധ്യതയുണ്ട് ഇവിടെ. സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി, സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി, കരിയറിനു വേണ്ടി പഠിപ്പിക്കപ്പെടേണ്ടതോ പഠിക്കേണ്ടതോ ആയ ഒന്നല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ ദുനിയാവായി ആഗ്രഹം മാറരുതേ. വലാ തുസല്ലിത് അലൈനാ വല്ലാ യർഹമുനാ, അല്ലാഹുവേ ഞങ്ങളോട് കൃപയില്ലാത്ത ആളുകളെ ഞങ്ങളെ അധികാരികളാക്കി ഏൽപ്പിക്കരുതേ. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനമായ 3 കാര്യങ്ങളാണ്: മാനസിക സുരക്ഷ, സാമുദായിക സുരക്ഷ, അതുപോലെ സാമൂഹിക സുരക്ഷയും ഉണ്ടാകണം. അതുണ്ടെങ്കിലേ ഒരു മനുഷ്യന് ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ്. ഗിനൻ നഫ്സാണ് ഏറ്റവും പ്രധാനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഐശ്വര്യം അതെപ്പോഴാ ഉണ്ടാവുക? ബുദ്ധിമുട്ടുകൾ എല്ലാ മനുഷ്യരെയും തേടി തേടി വരുന്ന ഒന്നാണ്. സമാനിയത്തുൻ തജ്രി അലന്നാസി കുല്ലിഹിം വലാ ബുദ്ദ ലിൽ ഇൻസാനി യൽഖ സമാനിയ, എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ 8 കാര്യങ്ങൾ അനുഭവിക്കാതെ മരിച്ചു പോകാൻ കഴിയില്ല. സുറൂറും വഹുസ്നും വജ്തിമാഉം വഫുർഖത്തുൻ, സന്തോഷമുണ്ടാകും എല്ലാവർക്കും, ദുഃഖവും ഉണ്ടാകും. വജ്തിമാഉം, ഒരുമിച്ച് കൂടലുകൾ ഉണ്ടാകും. വഫുർഖത്തുൻ, വിരഹങ്ങളും ഉണ്ടാകും. അതില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. വഉസ്റും വയുസ്റുൻ സുമ്മ സുഖുമുൻ വആഫിയ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എളുപ്പങ്ങൾ ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. ഇതില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാവർക്കും വരും. അത് നമ്മുടെ ഹമ്മായി മാറരുത്. രോഗത്തിലാവട്ടെ ആരോഗ്യത്തിലാവട്ടെ ഹമ്മ് ആഖിറമായി മാറുക. അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഞാൻ ഇവിടെ സംസാരിക്കുന്നിടത്ത് പോലും എന്റെ നീയത്ത് ഇവിടെ ആഖിറമാണോ? ആഖിറമാണെങ്കിൽ എനിക്കവിടെ ഗീബത്ത് പറയാൻ കഴിയില്ല, എനിക്കവിടെ നമീമത്ത് പറയാൻ കഴിയില്ല, എനിക്കവിടെ കള്ളം പറയാൻ കഴിയില്ല. ഞാൻ കച്ചവടം ചെയ്യുന്നിടത്ത് ആഖിറമാണോ എന്ന് ലക്ഷ്യം എങ്കിൽ അവിടെ കളവ് പറയാൻ കഴിയില്ല, വഞ്ചന നടത്താൻ കഴിയില്ല. നമ്മുടെ ഓരോ അനക്കങ്ങളിലും ഞാൻ എന്നോട് ചോദിക്കുക, നീ ഈ ചെയ്ത കാര്യത്തിൽ, ഈ പറഞ്ഞതിൽ, ഈ പ്രവർത്തിച്ചതിൽ, ഈ ചെയ്ത സംഭവത്തിൽ ഒരു കമന്റ് ഇടുന്നതിൽ പോലും, ഒരു ലൈക്ക് കൊടുക്കുന്നതിൽ പോലും എന്റെ താല്പര്യം ആഖിറമാണോ എന്ന ആലോചനയുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറത്തിന് വേണ്ടി നിയ്യത്തുകളെ സമാഹരിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ.